ചിലർ പറയും ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്യില്ല. അപ്പം നമ്മൾ ചോദിക്കും എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ? അതിനും എന്നെ കിട്ടൂല. സമ്പത്ത് നിങ്ങളുടെ കരങ്ങളിൽ ഉണ്ടായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിക്കരുത്. നമുക്ക് ഒത്തിരി പേർക്ക് പറ്റിയതാണ്. കരങ്ങളിൽ സമ്പത്തിരുന്ന കാലത്ത് കുഴപ്പമില്ലായിരുന്നു. എന്നാ സമ്പത്ത് ഹൃദയത്തിൽ ഇടം പിടിച്ചോ, അന്നാണ് നമ്മൾ ഇടറി തുടങ്ങിയത്. ലെറ്റ് റിച്ചസ് ബി ഇൻ യുവർ ഹാൻഡ്, നോട്ട് ഇൻ യുവർ ഹാർട്ട്. ഹൃദയത്തിൽ ദൈവത്തിനല്ലാതെ മറ്റൊന്നിന് ഇടം കൊടുക്കരുത്. നമ്മുടെ സമ്പത്ത് നമ്മളെ വഷളാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവ് നിന്റെ സമ്പത്തിലും നീ ആരാധനയിലേക്ക് തിരിയുന്നു. ആരാധനയ്ക്ക് കീഴെ, ആരാധനയുടെ ചുവടെ നീ വെക്കുന്നിടത്തോളം സമ്പത്ത് സുരക്ഷിതമാണ്. എന്ന് ദൈവാരാധനയ്ക്ക് മുകളിൽ നീ നിന്റെ സമ്പത്തിനെ വെക്കുന്നോ, അന്ന് തൊട്ട് സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ അപകടം വിതയ്ക്കാൻ തുടങ്ങാൻ പോവുകയാണ്. പണം ഭരിച്ചു തുടങ്ങുമ്പോൾ വിശ്വാസം കച്ചവടമായി തുടങ്ങും. അത് നമ്മുടെ പ്രാർത്ഥനാ രീതികളിൽ, ആത്മീയ അഭ്യാസങ്ങളിൽ, വിശ്വാസത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഇടങ്ങളിൽ, ഭക്തിയുടെ ഇടങ്ങളിൽ ഒക്കെ ഇത് സംഭവിക്കും. പണ്ട് ഒത്തിരി പട്ടിണിയായിരുന്നു, ഇപ്പോൾ സമ്പത്തൊക്കെ ആയി. ദൈവത്തിൻ്റെ വലിയ അത്ഭുതമാണ്. അത്ഭുതം നീ സമ്പന്നനാകുന്നതല്ല, സമ്പന്നനായി കഴിഞ്ഞിട്ടും നീ നീതിയോടെ ജീവിക്കുന്നതാണ് ശരിക്കുമുള്ള അത്ഭുതം. സ്വത്തിന്റെ പകുതി ദരിദ്രർക്ക്, വഞ്ചിച്ചെടുത്തത് 1/4 ഇരട്ടിയായി തിരികെ. എന്താണ് ഇതിന്റെ പ്രത്യേകത? സ്വത്തിന്റെ പകുതി ദരിദ്രർക്ക് എന്ന് പറയുമ്പോൾ അത് കരുണയാണ്. കരുണ. വഞ്ചിച്ചെടുത്തത് 1/4 ഇരട്ടി തിരികെ എന്ന് പറയുമ്പോൾ അത് നീതിയാണ്. അപ്പൊ കരുണയും നീതിയുമാണ് സമ്പത്തിന്റെ മേഖലയിൽ നമ്മൾ നടപ്പിലാക്കേണ്ടത് എന്നർത്ഥം. പണസഞ്ചിയെ തൊടാത്ത, നമ്മുടെ സമ്പത്തിന്റെ മേഖലയെ തൊടാത്ത മാനസാന്തരങ്ങൾ ജെനുവിനാണോ എന്ന് സംശയിക്കണം. ട്രൂ കൺവേർഷൻ ഓൾവേസ് ടച്ചസ് ദ വാലറ്റ്. സമ്പത്തുണ്ടാവുക അതിൽ തന്നെ പാപമല്ല, പക്ഷേ അതിനോട് കാണിക്കുന്ന അമിത മമത നമ്മളെ അപകടത്തിലേക്ക് തള്ളിവിടുമെന്ന് ഓർക്കണേ. പണത്തിന് അതിൻ്റെ സിംഹാസനം നഷ്ടപ്പെടുന്ന ഇടത്താണ് രക്ഷ ഭവനങ്ങളിലേക്ക് പ്രവേശിക്കുന്നതെന്ന്